സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും ഒരു ഫസ്റ്റ് ഓൺ 24 വാർത്തയുമായി വരുന്നു. തൃശ്ശൂരിൽ വീണ്ടും അച്ചടക്ക നടപടി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കി. നിതീഷ് AM-നെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കിയത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത്. എന്താണ് ഈ അത്യാഹിതത്തിന്റെ പിന്നാമ്പുറം? ഏറെ നാടകീയമായ സംഭവമാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിൽ അരങ്ങേറിയത്. 25 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്തിലാണ് SDPI പിന്തുണയോടുകൂടി UDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ഈ നിതീഷ് ജയിച്ചു കയറുന്നത്. ഇതോടുകൂടി നിതീഷിനോട് രാജിവെക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ SDPI പിന്തുണയിൽ ഈ നിതീഷ് ജയിച്ചതറിഞ്ഞ് അടിയന്തരമായി രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. DCC ഇത് അറിയിക്കുന്നു. DCC ആ കണക്കിന് തന്നെ നിതീഷിനെ വിളിച്ചിട്ട് അടിയന്തരമായി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിതീഷ് ആകട്ടെ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം സ്ഥിതിക്ക് രാജിവെക്കില്ല എന്നൊരു നിലപാടിലേക്ക് നിതീഷും പോയി. ഇതോടുകൂടിയാണ് പാർട്ടി നിതീഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ 5 സീറ്റായിരുന്നു UDF-നുണ്ടായിരുന്നത്. LDF-നാകട്ടെ 6 സീറ്റും SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റുമായിരുന്നു. 5 സീറ്റുണ്ടായിരുന്ന UDF 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടുകൂടി 6 സീറ്റുണ്ടായിരുന്ന LDF-നെ 7 വോട്ടിന് പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നിതീഷ് ജയിച്ചു കയറിയത്. ആ സമയത്ത് തന്നെ ഇത് വലിയ വാർത്തയാകുകയായിരുന്നു. പലയിടങ്ങളിലും SDPI പിന്തുണ ലഭിച്ച കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചെങ്കിലും നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ തീരുമാനിച്ചു. പിന്നീട് ഇത് ഇടതുവിരുദ്ധമായി വന്ന വോട്ടാണ് എന്ന തരത്തിൽ നിതീഷ് അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടരാൻ തീരുമാനിക്കുകയാണ്. പാർട്ടി പറയട്ടെ, അതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ DCC നേതൃത്വം അടക്കം രാജിവെക്കാൻ നിതീഷിനോട് ആവശ്യപ്പെട്ടിട്ടും ഈ രാജിക്ക് വഴങ്ങാതിരുന്നതോടുകൂടിയാണ് നിതീഷിനെതിരെ ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സൂരജ് സജി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.